Parenting. In India, parenting begins with a couple's marriage. Childbearing is regarded as one of the indicators of a successful marriage. However, the Indian family's idea of parenting in its truest sense is when the whole family raise a child, all children, with the support of an extended family. Children are considered vital in India, considering the religious and collective social systems. Children are commonly regarded as a means of providing security for elderly parents and other members of the extended family. In the new generation, a common scenario in India is that parents fulfill children's needs and wants for longer, which may extend it into adulthood. The common Indian notion is that a child is perceived as the potential figure to carry the family lineage and tradition to the next generation. നമസ്കാരം. 28 വർഷത്തോളമായി UAE ഖോർഫഖാനിൽ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും അതിലുപരി മെന്റർ, ബിസിനസ് കൺസൾട്ടന്റ് എന്നീ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ എസ് ഹരികുമാർ ആണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് അദ്ദേഹം ഇവിടെ ഉള്ളത് എന്ന്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഹിമ ജഗദീഷ്. ഞാൻ ഒരു 18 വർഷത്തോളമായി UAE അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ആവശ്യകതയുള്ള ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് ആയ ഒരു രീതിയും അവരുടെ പെരുമാറ്റവും എല്ലാത്തിനും എന്താണ് കാരണം. നമ്മൾ പാരൻസ് ഒക്കെ വളരെ വറീഡാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കും അത് ഒത്തിരി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ തലമുറയെക്കുറിച്ചുള്ള നമ്മൾക്കൊരു എന്താ പറയുക, ഒരു ടെൻഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇനി ആ തലമുറ എങ്ങനെ വളർന്നു വരുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സാറ് നമുക്കിവിടെ പറഞ്ഞു തരാനാണ് എൻ്റെ കൂടെ എത്തിയിട്ടുള്ളത്. സാറിനെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പാരന്റിങ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് വളരെയധികം വറീഡാണ്. എങ്ങനെ ഒരു കുട്ടിയെ വളർത്താം എന്നൊക്കെ നമുക്ക് പണ്ട് കാലത്തൊന്നും നമ്മളത് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനെപ്പറ്റി ഒരുപാട് റിസർച്ചുകളും എല്ലാം നടക്കുന്ന ഒരു മേഖലയാണത്. അപ്പോൾ നമുക്ക് സാറിനോട് ഒന്നും കൂടെ ചോദിച്ചു നോക്കാം, എന്താണ് യഥാർത്ഥത്തിൽ പാരന്റിങ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് ഉള്ള ഒരു മീനിങ് എന്താണെന്ന് സാർ നമുക്ക് പറഞ്ഞു തരും. ടീച്ചർ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് ഏതായാലും വളരെ ഇന്ത്യൻ ഓഷൻ പോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് അധികം പഴയതുമല്ല, എന്നാൽ പണ്ട് തൊട്ടേ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത് മാറിയിട്ട് മനുഷ്യൻ തന്നെ ആ പാരന്റിങ് നടത്താൻ പറയും. അപ്പൊ പാരന്റിങ് എന്ന് പറയുമ്പോൾ അതൊരു പാരന്റ് കൊടുക്കുന്നതാണ്, അല്ലെ? അപ്പൊ അതിനകത്ത് കോപ്പറേറ്റീവ് പാരന്റിങ് എന്നും പറഞ്ഞിട്ടൊരെണ്ണമുണ്ട്, കോപ്പറേറ്റീവ് ബ്രീഡിങ് എന്നും പറയുന്നു, അല്ലെങ്കിൽ അലോ പാരന്റിങ് എന്നും പറയാം. അതായത് ഒരു പേരന്റ് അല്ലാതെ, ബയോളജിക്കലായിട്ടുള്ള റെസ്പോൺസിബിൾ ആൾക്കാരല്ലാതെ മറ്റാരെങ്കിലും വേണമെങ്കിൽ പാരന്റിങ് നടത്താം. അത് തന്നിൽ മുതിർന്ന, തന്നിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞ പാരന്റിങ്. പേരൻസിൽ നിന്ന് മാത്രമല്ല ഈ പാരന്റിങ് എന്നുള്ള സബ്ജക്ട് വരുന്നത്. അത് പ്രകൃതിയിൽ നിന്ന് വരാം, അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാം, ആരിൽ നിന്നെങ്കിലും. പക്ഷെ മനുഷ്യന്റെ പോപ്പുലേഷൻ കൂടിയതനുസരിച്ചുകൊണ്ട് അത് മനുഷ്യനിൽ നിന്ന് മാത്രം സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അത് പാരന്റിങ്ങിന്റെ ഒരു വലിയ ഡിഫക്റ്റാണ്. നമ്മൾ കൂടുതലും പഠിക്കുന്നത് പ്രകൃതി, നേച്ചറാണ് നമ്മുടെ
അമ്മ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയപ്പെടുന്നത്. അത് ആ മാതാവിൽ നിന്നും നമ്മൾ സ്വീകരിക്കാതെ ആ മാതാവിന്റെ മകളായ മറ്റൊരമ്മയിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് വഴിമാറിപ്പോയി. അതുമാത്രമല്ല, ഈ പാരന്റിങ് എന്ന് പറയുന്നത് റിക്കാർഡിക്കലായിട്ട് വന്നിട്ടുള്ളത്, അതായത് ആ വാക്ക് റിക്കാർഡിക്കലായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം 1918 ആയതേ ഉള്ളൂ. അന്ന് മുതലാണ് അത് ഒരു ചെറുതായിട്ട് പ്രാബല്യത്തിൽ വന്നു തുടങ്ങി. അത് പൂർണ്ണമായിട്ട് യൂറോപ്യൻസിലും കൺട്രീസിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രചാരത്തിൽ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് 1970 ശേഷമാണ്. അന്നാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാവരും പഠിക്കാനും റിസർച്ച് നടത്താനും എല്ലാം പോകുന്നത്. നമ്മളിപ്പോ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ തപ്പി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരുപാട് അഡ്വൈസ് ഇങ്ങനെ പാരന്റിങ്ങിനെ കുറിച്ച്, കുട്ടിയെ അങ്ങനെ ചെയ്യണം, കുട്ടിയെ ഇങ്ങനെ ചെയ്യണം, കുട്ടിയെ നിർത്തിക്കൊണ്ട് ചെയ്യിക്കണം, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ അതേ രീതിയിൽ വളർത്തണം, കളർ കാണിച്ച് വളർത്തണം, ഇങ്ങനെയൊക്കെ ഒരുപാട് അഡ്വൈസസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു വിശാലമായ സബ്ജക്റ്റ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ ഓരോ സ്റ്റെപ്പുകളിലും നമ്മൾ 1 വയസ്സിന് കുട്ടിയെ എങ്ങനെ വളർത്തണം, 2 വയസ്സാകുമ്പോൾ കുട്ടിയെ എങ്ങനെ വളർത്തണം, അതുപോലെ ന്യൂ ബോൺ ബേബിയെ എങ്ങനെയാകണം, അതുപോലെ തന്നെ അത് ക്രോളിംഗ് സ്റ്റേജിലാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വളർത്തേണ്ടത്, ടോഡ്ലേഴ്സ് ആകുമ്പോൾ അവരെ എങ്ങനെ വളർത്തണം, അതുപോലെ തന്നെ പ്രീ സ്കൂളിങ്ങിൽ നമ്മൾ എങ്ങനെ വളർത്തണം, സ്കൂളിങ്ങിൽ എങ്ങനെ വളർത്തണം, അഡോളിസെന്റ് ആകുമ്പോൾ എങ്ങനെ നമ്മൾ വളർത്തണം, ഇതെല്ലാം പാരന്റിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇത് വളർത്തുമ്പോൾ, കുട്ടികളെ വളർത്തുമ്പോൾ ആ മാതാപിതാക്കൾക്കും കൂടെ കുറച്ച് വിവരം വേണം, എന്നാലേ അതിന് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. ഒരു കുട്ടിക്ക് 1 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അഡ്വൈസ് അല്ല, അല്ലെങ്കിൽ രീതിയല്ല നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് കൊടുക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ എങ്ങനെ വളർന്നു അങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തരുത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ വളർത്താനാണ് നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത്. അത് ജനറലായിട്ട് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു സബ്ജക്റ്റാണ്. ഇത് യൂറോപ്യൻ കൺട്രീസിൽ ആണ് കൂടുതലായിട്ട് സ്പ്രെഡ് ആയിട്ടുള്ളതും പഠിച്ചു വരുന്നത്. പക്ഷെ ഈ ഒരു സബ്ജക്റ്റ് ഇന്ത്യയിലേക്ക് വരുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന, ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് അതൊരു എന്താണ് പറയുന്നത്, സമുദ്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന പോലെയുള്ളൂ. അവിടെ ഈ പാരന്റിങ് എന്ന് പറയുന്ന ഭാഗമൊന്നും വരുന്നേ ഇല്ല. അതാണ് അവിടെ നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നതാണ് പിതൃധർമ്മം എന്നും പറഞ്ഞൊരു വിഭാഗമാണ്. അതിനകത്ത് ഇതെല്ലാം വരും. 5 മക്കളായാലും 10 മക്കളായാലും 16 മക്കളായാലും പിതൃധർമ്മത്തിനകത്ത് ആ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കാരണം ഈ പാരന്റിങ് ഇതുവരെയായിട്ടും ഇന്ത്യയിലേക്ക് ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് കടന്നു വന്നിട്ടില്ല. പക്ഷെ മറ്റുള്ളിടത്ത് യൂണിവേഴ്സിറ്റിയിലെല്ലാം ഇതൊരു സബ്ജക്റ്റായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ആ പിതൃധർമ്മം എന്ന ഒരു, നമ്മളെല്ലാം ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ആ ധർമ്മം എന്ന് പറയുന്ന ഒരു വാക്ക് ഉള്ളത് കൊണ്ട് ഇത് ഇതുവരെയായിട്ട് അവിടേക്ക് വന്നിട്ടില്ല. ഇതാണൊരു പാരന്റിങ്ങിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയുന്നതായിരിക്കും കൂടുതലും നല്ലത്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, പാരന്റിങ് എന്നുള്ളത് ഒരു യൂറോപ്യൻ കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വേർഡാണ്. അത് 1918 ഉത്ഭവിച്ചതെന്നും 70 ശേഷമാണ് ഒരുപാട് റിസർച്ചുകൾ നടന്നതെന്നൊക്കെ സാർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ ഓരോ സ്റ്റേജിലും പാരന്റ് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ആ റിസർച്ചുകൾ പോകുന്നത്. അതേസമയം അത് ഇന്ത്യയിൽ അത്രയധികം പ്രാബല്യത്തിൽ ആ വാക്ക് പ്രചാരത്തിലില്ല എന്നും പറയുന്നു. അപ്പൊ നമുക്ക് അടുത്തതായിട്ടൊരു ചോദ്യം വരുന്നത്, അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു കൺസേൺ ആണ് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തില്
നമ്മുടെ സംസ്കാരത്തിൽ പാരന്റിങ്ങിനുള്ള ഒരു ഇമ്പോർട്ടൻസ് അതെങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അത് ഇന്ത്യൻ സംസ്കാരത്തിലെ പാരന്റിങ് എന്ന് പറയുന്നതിന് കൂടുതലായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിനെ പിതൃധർമ്മം എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഭാരതീയ സംസ്കാരത്തില് എല്ലാം ധർമ്മമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ധരിക്കുന്നത് എന്താണോ അതാണ് ധർമ്മമായിട്ട് വരുന്നത്. നമ്മൾ ജീവിതം മുഴുവൻ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് അത് ധർമ്മമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ സംസ്കാരവും ഭാരതീയ സംസ്കാരവുമായിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, യൂറോപ്യൻ സംസ്കാരത്തിൽ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചതിന് ശേഷമുള്ള അതിന്റെ ശുശ്രൂഷയാണ് പറയുന്നത്. അതിനെ വളർത്തുന്നതാണ്, അതിനെ ചൈൽഡ്ഹുഡ്. അതിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അതിനു മുമ്പ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് ധർമ്മമാണ് നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ളത്, എന്ത് പാരന്റിങ് ആണ് അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അതായത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് വിത്ത് ഗുണം 10 ഗുണം. അപ്പോൾ വിത്തിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നെല്ലായതിനു ശേഷം കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാം, കുറച്ച് എന്താണ് പറയുന്നത്, എന്തെങ്കിലും ചാണകമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടിരിക്കാം. അതിന് നമ്മൾ പറയാം ഇപ്പൊ ഓർഗാനിക് ഐറ്റംസ് ഒക്കെ കൊടുത്ത് കുറച്ച് വളർത്താവുന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാരതീയ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ലൈഫ് ബിഫോർ ബർത്ത് എന്ന് പറയുന്നതും പാരന്റിങ്ങിനകത്ത് വരുന്ന ഒരു ഭാഗമാണ്, പിതൃധർമ്മത്തിൽ വരുന്ന ഒരു ഭാഗം. ഒരു കുട്ടിയെ ജനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില കടമകളുണ്ട്, ചില ആചാരങ്ങളുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്ക്, നമ്മുടെ കാലഘട്ടമായപ്പോഴത്തേക്ക് ആ ആചാരങ്ങളെയൊക്കെ നമ്മൾ അനാചാരങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് മാറ്റിവെച്ചു. അത് മാറ്റിവെച്ചത് ഏറ്റവും വലിയൊരു അപകടകരമായ സ്ഥിതി തന്നെയാണ്. ആ സ്ഥിതിയിൽ നിന്ന് വന്ന് അതിനെ ഇപ്പോഴും കൂടിപ്പോകുന്നതല്ലാതെ അതിനെ കുറച്ച് അത് ഒരു ആചാരമാക്കി നമ്മൾ കൊണ്ടുവരാൻ നമ്മളാരും ശ്രമിക്കുന്നുമില്ല. അപ്പൊ നമ്മൾ നടത്തുന്ന കല്യാണങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ചില രീതികളായാലും ഇതെല്ലാം ഒരിക്കലും ഒരു നല്ല കുട്ടിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവനവന്റെ ആസക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കുട്ടികളെ കാണുന്നത്. നമുക്കുണ്ടാകുന്ന ചില എന്താ പറയുക സന്തോഷങ്ങളുടെ ഒരു ഫലം മാത്രമായിട്ടാണ് നമ്മൾ കുട്ടികളെ കാണുന്നത്. അത് മാറ്റണം. അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ വരരുചി എന്ന് പറയുന്ന ഒരു ആളിന്റെ കഥ കേട്ട് കാണുമായിരിക്കും. അദ്ദേഹത്തിന് 12 മക്കളാണ്. ഈ വായില്ല കുന്നിലപ്പൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ, ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് നമുക്ക്. അത് കഥ അറിയാമോ? അറിയില്ല, പക്ഷെ വയലാക്കുന്നിലപ്പൻ അങ്ങനെ ഒരു പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മള് ഏറ്റവും പ്രശസ്തനായ നാരായണത്വ ഭ്രാന്തന്റെ അച്ഛനായിരുന്നു ഈ വരരുചി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഓരോ വർഷം അല്ലെങ്കിൽ 2 വർഷം കുട്ടികൾ ഇങ്ങനെ ഉണ്ടാകുന്നു അല്ലാതെ ഇദ്ദേഹത്തോട് ആൾക്കാർ ചോദിക്കും, ഇന്ത്യയെ കുട്ടികളെ കാണുന്നില്ലല്ലോ കൂടെ. അവന് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ അതിനു മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടോ. അതായത് ജനനത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ കൂടെ കുട്ടികൾ കാണില്ല. 12 കുട്ടികളും 11 കുട്ടികളും ഇങ്ങനെ പോയി ഇല്ലാതാകുകയല്ല. അവർക്ക് ഈ നാരായണത്വ ഭ്രാന്തനെ പോലുള്ള, എന്ന് നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു, അതുപോലുള്ള മനുഷ്യനെയാണ് സൃഷ്ടിച്ചു കൊണ്ടുപോയിരുന്നത്. അപ്പൊ അവിടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. 12ാമത്തെ ഓരോ പ്രസവം കഴിയുമ്പോഴും അദ്ദേഹം ഭാര്യയോട് ചോദിക്കും, അതിന് വായുണ്ടോന്ന് ചോദിക്കും.
അപ്പൊ ഭാര്യ പറയും വായുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ വാ ഉള്ളത് കൊണ്ട് അതിനെ അവിടെ വിട്ടേക്കാൻ പറയും, ഉപേക്ഷിച്ചേക്കാൻ പറയും. അങ്ങനെ അതിനെ ഉപേക്ഷിക്കും. 11 മക്കളെയും പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിന് വീണ്ടും ചോദിക്കുകയാണ് വായുണ്ടോ. 12ാമത്തെ ആ ഡെലിവറി സമയത്ത് ചോദിക്കുകയാണ് കുട്ടിക്ക് വായുണ്ടോ. അപ്പൊ ഈ സ്ത്രീക്കൊരു മോഹം, ഇത്രയും കുട്ടികളെ ഞാൻ പ്രസവിച്ചിട്ട് എനിക്കൊരു കുട്ടിയെ പോലും വളർത്താനുള്ള യോഗ്യതയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവര് പറയുന്നു, പെട്ടെന്ന് തന്നെ പറയുന്നു അതിന് വായില്ല എന്ന് പറയും. അപ്പൊ എന്നാ എടുത്തോളാൻ പറയും. എടുത്തോളാൻ പറഞ്ഞ് ഇവര് കുട്ടിയെ തിരിച്ചു നോക്കുമ്പോൾ അന്നത്തെ ഭാര്യാഭർത്തൃ ബന്ധം നമുക്കറിയാമല്ലോ, ഇത് എതിരേക്കൊന്നും പറയില്ലല്ലോ. അപ്പൊ കുട്ടിയെ എടുക്കാൻ നോക്കുമ്പോൾ കുട്ടിക്ക് വായില്ല. അതാണ് വായില്ലാത്തൊന്നിലപ്പനായിട്ട് നമ്മളിപ്പോ കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ ആ കഥ അവിടെ ഇരുന്നോട്ടെ, അതുപോട്ടെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ച ആ കുട്ടി ഞാനൊന്നും ജനനശേഷം, അതായത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വരരുചിക്കറിയാമോ. അപ്പൊ അദ്ദേഹം അതനുസരിച്ച് കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു ലൈഫ് ബിഫോർ ബർത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം. ഫ്രം കൺസെപ്ഷൻ ടു ഡെലിവറി, ആ പീരീഡിലെ നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പലരും കൗൺസിലിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ പലരും എന്താണ് എക്സാമിനേഷന് മുമ്പ് എക്സാമിനേഷന് പെട്ടെന്ന് 365 ദിവസം ഒരു ടീച്ചറിന്റെ കീഴെ ഇരുന്ന് പഠിച്ച് അടുത്തിരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാക്കാതിരിക്കുകയും അവന് മനസ്സിലാകുകയും ചെയ്യുമ്പോൾ ആ മനസ്സിലാകാത്ത കുട്ടിക്ക് എന്തോ ഡിഫക്റ്റ് ഉണ്ടെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അവനെന്തോ മനസ്സിലാകുന്നില്ല. അപ്പൊ ആ ഡിഫക്റ്റ് അറിഞ്ഞ് ഒരു പാരന്റും അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു കുട്ടിയും പൂർണ്ണതയില്ല എത്തിയവരല്ല. അതും പ്രത്യേകിച്ച് വരരുചിയുടെ കാര്യം നമ്മൾ അത് പറഞ്ഞു. പക്ഷെ അപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ എങ്ങനെയാണ്? നമ്മുടെ കുട്ടികള് വളർന്നു വരുന്നതിന് മുമ്പ് ജനിക്കുമ്പോൾ ആ കുട്ടി പൂർണ്ണമായിട്ടുള്ള ഹെൽത്ത് ഉണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ഇത് നമ്മൾ എങ്ങും ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യാതെ അപ്പുറത്തെ കുട്ടിക്ക് എന്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു ഫുഡിനെ കുറിച്ച് പറയുന്നോ, ആ ഫുഡിനെ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് മുഴുവൻ. ഇത് ഭാരതീയ സംസ്കാരത്തില് അങ്ങനെയല്ല. നിങ്ങൾ ആ പീരീഡിൽ നിങ്ങളുടെ അതായത് ഗർഭകാലത്തിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് അതിന്റെ ലൈഫ് ലോങ് വരെ പോകും എന്നുള്ളതാണ് ഭാരതീയ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് പാരന്റിങ്ങിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതിനുശേഷമാണ്, ജനനത്തിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന അഡോളിസൻസ് സ്റ്റേജിലും അതുപോലെ തന്നെ ഇൻഫാന്റ് സ്റ്റേജിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഓരോ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്തു. അതൊക്കെ ഒരു ചെറിയ ഹെൽപ്പേ ഉള്ളൂ, ഒരു ചെറിയ പുഷ്. എന്താണ്, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ ഒന്ന് തള്ളി താഴോട്ടിടുന്ന ഒരു എഫേർട്ട് മാത്രമേ അവിടെ നമ്മൾ നടത്തുന്നുള്ളൂ. പക്ഷെ ഓൾറെഡി ആ കുട്ടിക്ക് ഇന്ന ഡിഫക്റ്റ് ഉണ്ടെന്ന് ഇന്ന് പാരന്റ്സും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ടീച്ചേഴ്സും മനസ്സിലാക്കും. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഒരു പാരന്റിങ് തുടങ്ങേണ്ടത് നമ്മൾ കല്യാണം മുതലാണ്. മാരേജ് കഴിയുമ്പോൾ എന്തായാലും ഡെലിവറി, അല്ലെങ്കിൽ എന്തായാലും അവിടെ ഒരു കുട്ടി എന്നുള്ള ഒരു ലക്ഷ്യം അവിടെ ഉണ്ടല്ലോ. പ്രകൃതിക്കടുത്ത ഒരു കുട്ടിയെ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ നമ്മുടെ ജീവിതത്തിനുണ്ട്. അത് നമ്മളൊരു മനുഷ്യനായിട്ട് ജനിച്ചു. അപ്പൊ ആ മനുഷ്യൻ നമ്മുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു കുട്ടിയെ ഈ ഭൂമിക്ക് ദാനം ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുന്നത്. അവന്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കും. അപ്പൊ മനുഷ്യന്റെ വംശനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രകൃതി നിയമം. മനുഷ്യൻ ഒരുപാട് നിയമം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പോട്ടെ. അപ്പൊ ഇത് 2 രീതിയിൽ വേണം നമ്മൾ പാരന്റിങ്ങിനെ കൺസിഡർ ചെയ്യാൻ. ഒന്ന്,
ലൈഫ് ബിഫോർ ബർത്തും ഒന്ന് ലൈഫ് ആഫ്റ്റർ ബർത്തും. ഈ രീതിയിൽ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്ന രീതിയിൽ, അതായത് ആഫ്റ്റർ മാരേജ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ചില സമുദായങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും സമുദായങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ജനിപ്പിക്കാനും പറ്റും. അതിനുശേഷം ഉണ്ടാകുന്ന കുട്ടിക്ക് നല്ല ശിക്ഷണം കൊടുക്കാനും പറ്റും. ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ട്, പ്രധാനപ്പെട്ട പാർട്ട് യൂറോപ്യൻ സംസ്കാരത്തിൽ പറയുന്നില്ല. ഇതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ്. അതുകൊണ്ട് ഈ പാരന്റിങ്ങിന് ഇന്ത്യയിൽ എന്തുമാത്രം വിലയുണ്ടാകുമെന്നുള്ളത് സംശയകരമായിട്ടുള്ള കാര്യം തന്നെ. ഉറങ്ങാതിരിക്കുക, അല്ലെ പരീക്ഷയുടെ തലേദിവസം ഉറങ്ങാതിരിക്കുക, ഇതൊന്നും അല്ല അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറെയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഭാരതീയ സംസ്കാരത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ പാരന്റിങ് നമ്മൾ കൊണ്ടുവരണം. അതാണ് ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ. അപ്പോൾ താങ്ക് യു സർ. വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് സാറ് നമുക്ക് ആൻസർ പറഞ്ഞു തന്നു. അതായത് വരരുചിയുടെ കഥയിലൂടെ അതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ പാരന്റിങ് തുടങ്ങുന്നത്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി കഴിയുമ്പോൾ തന്നെ അവിടെ അവര് പാരന്റിങ്ങിനുള്ള ആ ഒരു ഇതിലേക്ക് പ്രവേശിച്ചു എന്നുള്ളൊരു മനോഹരമായ കൺസെപ്റ്റാണ് സാർ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ആചാരമനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ അവഗണിച്ചതിൻ്റെ ഇതുകളും എല്ലാം നമുക്ക് ഇന്നത്തെ തലമുറയിൽ കാണാം എന്നുള്ളതും കൂടിയാണ് എനിക്ക് ഇതിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞത്.